മുട്ടക്കോഴി ആയി കഴിയുമ്പോൾ പിന്നെ കാൽസ്യം വേണം. വലിയ കോഴി ആയി കഴിഞ്ഞാൽ വേണ്ട, കൂടുതൽ വേണ്ടത്. ഇത് കാൽസ്യം ടോണിക്കാണ്. ഇതിൻ്റെ പേര് ഓസോമിൻ എന്നാണ്. ഓസോമിന്, ഓസ്റ്റോവെറ്റ്, അങ്ങനെ മാർക്കറ്റിൽ ഒരുപാട് പേരുകൾ കിട്ടും. ഇതാണെങ്കിൽ നാറ്റവും സ്മെല്ലും ഒന്നും വരാതിരിക്കാനും ഫാം വൃത്തിയായിട്ടിരിക്കാനും കോഴിക്കായാലും നമുക്കായാലും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ഇതാണ്. കെർസോലിൻ TH എന്നാണ് ഇതിൻ്റെ പേര്. കെർസോലിൻ TH. പിന്നെ ഇതാണ് കോഴി ഫാം. കോഴിയുടെ വളം വെച്ച് ഉപയോഗിക്കുന്ന കൃഷികളാണ് ഈ കാണുന്നതെല്ലാം. കപ്പ, ചേന, ചേമ്പ്, എല്ലാവിധ കൃഷികളും ഉണ്ട്. വെച്ചൂർ പശുവുണ്ട്. ചേനയുടെ വിത്ത് വെച്ചാണെന്ന് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. കണ്ടോ, വിത്ത് മാത്രം ഉപയോഗിച്ചുള്ള കൃഷിയാണിത്, ചേന കൃഷി. അങ്ങ് വരെയുണ്ട്. ബാക്കി കപ്പ കൃഷിയാണ്. കപ്പയ്ക്കും എല്ലാം ഈ കോഴിവളമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് കോഴിക്കൂട്. ഇത് കോഴിക്കൂട് കൊടുക്കും. കണ്ട, ഇത് 5 കോഴിയെ വളർത്താൻ പറ്റിയ കൂടാണ്. വെള്ളം കുടിക്കാനും എല്ലാ സജ്ജീകരണവും ഉണ്ട്. ഇത് 10 കോഴിയുടെ കൂടാണ്. ഇത് 10 കോഴിയുടെ കൂട്. ഇതിനകത്ത് തീറ്റിട്ട് കൊടുക്കും. പിന്നെ മുട്ട വന്ന് കിടക്കും താഴെ വന്ന്. കാക്കൊന്നും പെരുക്കൊണ്ട് പോയിരിക്കാൻ വേണ്ടി ഇതിനായി അടപ്പ് കൊടുക്കും. അതുപോലെ ഈ ടാങ്ങിനകത്ത് ബാക്കറ്റിനകത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ കോഴി നിപ്പിളിൽ നിന്ന് വെള്ളം കുടിച്ചോളും. കോഴിയെ ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ മഴയും വെയിലും തീയൊന്നും കൊള്ളത്തില്ല. നമ്മുടെ പിടിച്ച് വെച്ച് ഒന്നും കയറി എടുക്കൊണ്ട് പോകാനും പറ്റത്തില്ല. കാര്യം ഇന്ന് ചെറിയ ചെറിയ സ്ഥലങ്ങളല്ലേ ആളുകൾക്കുള്ളൂ. അപ്പോൾ അഴിച്ചു വിട്ട് വളർത്താനുള്ള കാര്യമൊന്നും എല്ലാവർക്കും ഇല്ല. ഇതിനെ ഒന്നും അഴിച്ചു വിടേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനെ ഒരു 5-10 കോഴിയൊക്കെ വാങ്ങിച്ച് അവനവൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ട വാങ്ങിച്ചാൽ അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരാഴ്ച 1 മാസമായ മുട്ടയൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. ഫ്രഷായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിന് വലിയ മെനക്കേടില്ല. എല്ലാ വീട്ടിലും ഒരു 4-5 കോഴി വളർത്താനുള്ള ഫുഡ് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റും വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിയുടെയും അങ്ങനെയുള്ള മീൻ വെട്ടുന്ന വേസ്റ്റും ഒക്കെ അതിൻ്റെ കൂടെ കുറച്ച് തീറ്റയോടെ കൊടുത്താൽ മതി. കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ നമ്മളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ആളുകളെല്ലാം ആകെ അങ്ങ് മാറി. ഇപ്പം നടക്കുക കൂടുതലും ആൾക്കാർ. ഇതൊക്കെ വളരെ കുറച്ച് ആൾക്കാർ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും കൃഷിയുണ്ടോ ചേട്ടാ? വേറെ സ്ഥലത്തും ഉണ്ട്. വേറെ സ്ഥലത്ത് ഇപ്പോൾ കോഴിയെ വേണ്ടവരും കോഴിയെ മുട്ടക്കോഴി ആവശ്യമുള്ളവരും അല്ലാതെ മുട്ടയിടാൻ പാകമായ കോഴിയെ ആവശ്യമുള്ളവരും വിളിക്കും. ഈ ഷെഡിൽ ഇതൊരു വലിയ ഷെഡാണ്. ഇത് ഫാമാണ്. 10,000 കോഴിയെ വരെ വളർത്താൻ പറ്റുന്ന ഫാമാണ്. ഇത് മുഴുവൻ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി വളർത്തി വെച്ചിരിക്കുന്നതാണെന്നാണ് ഇത് പറിച്ച് കോഴിക്ക് കൊടുക്കാം. കോഴിയെ അത് കാട് കളയാത്തതാണ്. കോഴിക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന കാടാണ്. അല്ലേ, അതുമുണ്ട്. റെഡ് ലേഡി ഓമയുണ്ട്, കാന്താരിയുണ്ട്. ഒരുപാട് കൃഷികളാണെല്ലാം. മുഴുവനും കൃഷികളാണ്. ഇതെല്ലാം കാണുന്നതല്ല. ഇത് പോച്ച കോഴിക്ക് കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ്. ചെറിയ കോഴിക്ക് കൊടുക്കത്തില്ല, പോച്ച വലിയ കോഴിക്ക് കൊടുക്കത്തില്ല.